നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമിത. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തിയും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയാണ് കേട്ടോ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കിയാലോ. നമ്മുടെ ചിയ പുഡിങ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ജാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫാറ്റ് മിൽക്ക് വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് തിളപ്പിച്ച് ആറിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു കപ്പ് 250 ml ഒരു കപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിയ സീഡാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ, ഈ ഒരു ടീസ്പൂണിൽ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചിയ സീഡ് എന്ന് പറയുന്നത്. ഒരുപാട് ഫൈബർ, പ്രോട്ടീൻ, അയൺ, കാൽസ്യം, മാഗ്നീഷ്യം അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു സാധനമാണ് നമ്മുടെ ഒരു ചിയ സീഡ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ നമ്മുടെ ചിയ സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാലിട്ടിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 3-4 മണിക്കൂർ ഇത് നമ്മൾ കുതിർക്കാൻ വെക്കണം. കസ്കസ് അല്ല കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ചിയ സീഡും കസ്കസും രണ്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 2 ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുരുക്ക് കളഞ്ഞിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 4 ബദാം കുതിർത്തതാണ്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ബൗളിൽ തന്നെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറും മനസ്സൊക്കെ നിറയും കേട്ടോ. നമ്മുടെ വിശപ്പൊക്കെ മാറും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 3-4 മണിക്കൂർ അടച്ച് ഇത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്കാണ് കേട്ടോ ഇത് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ കുതിർന്ന് വരട്ടെ. അപ്പോൾ ഇതാ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരുന്നത് കേട്ടോ. നമ്മളിത് പാലായത് കാരണം പുറത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം ഫ്രിഡ്ജിലാണ് കേട്ടോ എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇതാ നല്ല പോലെ ഇത് കുതിർന്ന് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ, ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഷുഗറൊന്നും ചേർക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹണി നമുക്ക് ചേർക്കാം. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സീസണൽ ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ചെറിയ ബനാന ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. അതേപോലെ വളരെ ഔഷധ ഗുണമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഹണിയും കൂടി ചേർക്കുന്നുണ്ട് നമ്മുടെ മധുരത്തിന് വേണ്ടിയിട്ട്, 1 ടീസ്പൂൺ അളവിൽ. അപ്പോൾ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ അടിപൊളി വിഭവങ്ങളായിട്ട് വരുന്നത് വരയ്ക്കും. ബായ്. താങ്ക് യു.